പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവന്റെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദേവന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘ നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും പരിചയരക്ഷകരായ കബറിടങ്ങൾ നേർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിരക്കപ്പെട്ടവർക്കായ ലോകാരമതമാകപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അകത്തുള്ളവരെ ദേവാലയത്തിന്റെ പുറത്തേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. തിരുനാളിന്റെ കൊടിയേറ്റിനു വേണ്ടി ദേവാലയത്തിന്റെ അകത്ത് ഉള്ളവർ ദേവാലയത്തിന്റെ പുറത്തേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പാപത്തെയും മരണത്തെയും വിജയിച്ച കർത്താവിന്റെ വിജയ പതാകയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ട് തിരുനാൾ ആരംഭിക്കുന്നത്. ഈ പതാക ഉയർത്തുമ്പോൾ നമ്മളും പാപത്തിൽ നിന്ന് വിട്ടുജീവിക്കുവാനുള്ള പ്രതിജ്ഞയും നിലപാടുകളും എടുക്കുകയാണ്. ധീരരക്തസാക്ഷികളായ വിശുദ്ധരോട് ചേർന്ന് നമ്മുടെ ജീവിതവും ജീവനും എല്ലാം ക്രിസ്തുവിന് വേണ്ടി നൽകാമെന്നുള്ള ഉറപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോഭത്തിൽ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തിടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ വാഴ്ത്തിടുവിൻ. അത്ഭുതകരമായ വരങ്ങളിൽ വിശുദ്ധരെ അനുകരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും അറിയോസേ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥത്തിന്റെ കൃപ നൽകിക്കൊണ്ട് ഞങ്ങളുടെ സാന്നിധ്യമായിരിക്കുന്ന വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. ഈ വിശുദ്ധ തിരുസ്വരൂപങ്ങൾ വഹിക്കുന്നവരെയും പ്രതിഷ്ഠിക്കുന്ന ഇടങ്ങളും എല്ലാ പൈശാചിക പീഠങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിമുക്തമാക്കപ്പെടട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്ക്. ആമേൻ. എടുത്തോടുത്തോ.
തിരമാടും യൂദായി കുളിർത്തീരമേ. കനിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി, കനിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി ഒഴുകി വരുന്നു, ഒഴുകി വരുന്നു.